നമസ്കാരം, ഞാൻ അജിഷ. വി ലവ് സിനിമയുടെ പുതിയൊരു സിനിമാ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തലതിരിഞ്ഞ കുടുംബത്തിന്റെ കഥയുമായി തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഫാലിമി എന്ന മൂവിയിലെ ചാക്കോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അനിൽ രാജിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനിൽ രാജ് എന്നാണ്. ഞാൻ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയാണ്. താമസം പേരൂർക്കടയ്ക്കടുത്ത് ദർശൻ നഗറിലാണ്, 5ാം ലൈനിൽ. എൻ്റെ ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയനാണ്, റെഫറൻസ് അസിസ്റ്റൻ്റാണ്, വർക്ക് ചെയ്യുന്നു. പിന്നെ 2 മക്കളാണ്. മൂത്ത മകൻ MBBS ഫസ്റ്റ് ഇയർ, രണ്ടാമത്തെ മകള് +1. ഞാൻ സ്കൂൾ തലങ്ങളിൽ ചെറിയ കുഞ്ഞു നാടകങ്ങൾ സ്കൂൾ ലെവലിലുള്ളതിൽ ആണ് അഭിനയിച്ചുള്ള പരിചയം മാത്രമാണ് എനിക്ക് കൈമുതലായിട്ടുള്ള. അതവസാനം LLB പോസ്റ്റ് ഗ്രാജുവേഷൻ ആ സമയത്തുമൊക്കെ അവസാന ഇയറിലൊക്കെ വരുന്ന നാടകം, അതാണ് ആകെയുള്ള അറിയാമെന്നുള്ള ഒരു അഭിനയം എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അതിനകത്തുള്ളൊരു കുഴപ്പം, നാടകവും സിനിമയും രണ്ടാണ്. നാടകത്തിൽ ആർട്ടിഫിഷ്യാലിറ്റി വളരെ കൂടുതലാണ്, പിന്നെ റീടേക്ക് ഇല്ല. ഇവിടെ ആർട്ടിഫിഷ്യാലിറ്റി ഒട്ടും സിനിമയിൽ പാടില്ല, റീടേക്ക് ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പിന്നെ അതിന് ശേഷം ചെറിയ ഷോർട്ട് ഫിലിം, ശരിക്കും എൻ്റെ മകൻ കാശിനാഥ് അവൻ്റെ 5ാമത്തെ വയസ്സിലെടുത്ത ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായിട്ട് ഒരു മൂവി എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് വരുന്നത്. അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അരുൺ സോളും രതീഷ് യോഗിനി, അവർ 2 പേരാണ് എന്നെ ഈ ശരിക്കുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മൂവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫിലിം, മെമ്മറീസ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് ഫിലിം തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ചെടുത്തായിരുന്നു. അരുൺ സോളും രതീഷ് യോഗിനിയും കാരണമാണ് അതിൽ ഞാൻ വരാനിടയായത്. അരുൺ സോൾ തന്നെയായിരുന്നു എൻ്റെ സംവിധായകൻ. അത് ഏറെക്കുറെ ഒറ്റ ടേക്കിൽ തന്നെ, രാവിലെ കനകക്കുന്നിൽ ഒരു ദിവസം ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ അതിലെ ഒന്ന് റീടേക്ക് എടുക്കാതെ ഞാൻ ഓക്കെ ആയതോടുകൂടിയാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. എന്തായാലും മൂവി വലുതായാലും ചെറുതായാലും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന അവിടം മുതലാണ്. പിന്നെ അതിനുശേഷം 3ാമത്തെ സിനിമയാണ് ശരിക്കും ഈ ഫാലിമി എന്ന് പറയുന്നത് എൻ്റെ സിനിമ. ആദ്യത്തേത് സനൽകുമാർ ശശിധരൻ്റെ ഉന്മാദിയുടെ മരണം. അതൊരു ആർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ അത് പൊതുവേദികളിൽ പ്രദർശിപ്പിച്ചില്ല. അതിനുശേഷം ബിപിൻ ദാസ്, ജയഹയുടെ സംവിധായകൻ ബിപിൻ ദാസിൻ്റെ, ജയഹയുടെ തൊട്ടു മുമ്പിലുള്ള അന്താക്ഷരി എന്ന് പറയുന്ന സിനിമ. ആ അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയിൽ ഒരു 2 സീനിലുണ്ട്, 2-3 ഡയലോഗുണ്ട്. സൈജു ഗ്രൂപ്പുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനായിരുന്നു അത്. പിന്നെ മാമൻസ് എന്ന് പറയുന്ന റീൽസിലൂടെയാണ് പിന്നീട് ഞാൻ 4 പേര് തിരിച്ചറിയുന്ന ഒരു ലെവലിലോട്ട് പിന്നീട് എത്തണം. അതിന് ആ റീൽസ് എന്ന് പറഞ്ഞാൽ മാമൻസിൻ്റെ മെൻഡർ എന്ന് പറയുന്നത് ഈ പ്രീമിയർ പത്മിനി ഒക്കെ വെബ് സീരീസ് അതിൻ്റെയൊക്കെ ഡയറക്ടറായ നമ്മുടെ അനൂപ് ബാഹുലേയനാണ്. ഈ അനൂപ് ബാഹുലേയനും എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആർദ്ര സാജൻ, ബീറ്റ് ബോക്സിങ്ങിലൂടെയൊക്കെ പ്രസിദ്ധമായ കൊച്ചാണത്. അതാണ് ഇതിൻ്റെ സംവിധായക. അപ്പം നമ്മളെടുത്ത അതിൽ ഈ അരുൺ സോളുണ്ട്. അപ്പം നമ്മൾ എടുത്ത റീലിൽ ഒരു വനജ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീട്ടിൽ അവരുടെ മകൻ ഇതിലുള്ള ഈ അരുൺ സോളിൻ്റെ മകളെ ശല്യം ചെയ്യുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ 4 പേര് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പയ്യൻ്റെ അമ്മയായ ഈ വനജ ഞങ്ങൾ പണ്ട് പ്രേമിച്ചുകൊണ്ട് കിടന്നൊരു ലേഡിയാണ്. അപ്പോൾ അവർ നമ്മളെ തിരിച്ചറിയുകയും ഇനി എന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും എൻ്റെ വീട്ടിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങരുതെന്ന് പറയുന്ന ഒരു റീല് ഒരുപാട് ഹിറ്റായി, മില്യൺസ് ഓഫ് വ്യൂസ് പോയത്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ സംവിധായകൻ, ഈ ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവ് ആ റീൽസ് ശ്രദ്ധിക്കുകയും അങ്ങനെ എന്നെ ഓഡിഷന് വിളിച്ചപ്പോൾ ഈ ചിത്രത്തിൻ്റെ തന്നെ കോ-റൈറ്റർ സാൻജോ അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ചായിരുന്നു ഓഡിഷൻ. അപ്പോൾ ഈ ഫാലിമിയിൽ തന്നെ ഒരു 1-2 സീന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. എന്നിട്ട് അത് അഭിനയിക്കാൻ പറഞ്ഞു. സീനിൻ്റെ ചെറിയ സിറ്റുവേഷൻ പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ അഭിനയിച്ചു. അപ്പോൾ ഈ സാൻജോയുടെ കൂടെ അന്ന് അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തിട്ട് ശരി അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആസ് യൂഷ്വൽ ഒരു ഓഡിഷൻ എന്നുള്ള രീതിയിൽ തിരിച്ച് വന്ന് എൻ്റെ ക്യാബിനിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാബിനിൽ ഈ സിനിമയുടെ കോസ്റ്റ്യൂമർ വന്നു. എന്നിട്ട് പറഞ്ഞ് ഫാലിമി സിനിമയുടെ കോസ്റ്റ്യൂമറാണ്, ഈ ഷർട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ മെഷർമെൻ്റ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഐ തിങ്ക് ഐ ആം ഇൻ ദാറ്റ് ഫിലിം. അങ്ങനെയാണ് ആ സിനിമയിലോട്ടുള്ള എൻ്റെ എൻട്രി വരുന്നത്, ഈ ഫാലിമി എന്ന് പറയുന്ന സിനിമയിലേക്ക്.
അപ്പോൾ ഈ കോസ്റ്റ്യൂമർ വന്നു കഴിഞ്ഞുടനെ എനിക്ക് സിനിമയിലുണ്ട് എന്ന് മനസ്സിലായ ഉടനെ ഞാൻ ആദ്യം മാമൻസ് റീൽസ് ടീമിനെയാണ് വിളിച്ചറിയിക്കുന്നത്, എസ്പെഷ്യലി അരുൺ സോളിന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നു. അപ്പോൾ അരുൺ സോളിനും ഈ ചിത്രത്തിലൊരു വേഷം ഉണ്ടായിരുന്നു. അരുൺ സോളിൻ്റെ അച്ഛനും ഈ ചിത്രത്തിലൊരു വേഷമുണ്ട്. പുള്ളി ഈ വീൽ ചെയറിലിരുന്ന് ഉരുണ്ടു വരുന്ന അപ്പൂപ്പനായിട്ട് ഉള്ള ഒരാളാണ്. അത് അതിനകത്തൊരു വളരെ സങ്കട സീൻ ഈ ഫിലിമിൽ ഉണ്ടാക്കുന്നതാണ് ഈ വീൽ ചെയറിലെ അപ്പൂപ്പൻ. അത് അരുൺ സോളിൻ്റെ യഥാർത്ഥ അച്ഛനാണ്. പുള്ളി 84ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ആയിട്ടുള്ള സിനിമാഭിനയം. അപ്പം ആദ്യം അരുൺ സോളിനെയും പിന്നെ ഈ മാമൻസ് ടീമിനെയും തുടർന്ന് എൻ്റെ വീട്ടുകാരെയും രതീഷ് രോഹിണി ഇവരെല്ലാം വിളിച്ചങ്ങ് അറിയിക്കുകയായിരുന്നു. വല്ലാത്ത ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്കറിയില്ല എൻ്റെ റോൾ എത്രത്തോളം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ആ സമയത്ത് അറിയാത്തതുകൊണ്ട് ഞാനോർത്ത് അന്താക്ഷരി പോലെ ഒരു 2 സീനിലോ വല്ലതും ആയിരിക്കും. എനിഹൗ ഐ വാസ് ഹാപ്പി അറ്റ് ദാറ്റ് ടൈം. അപ്പം അങ്ങനെയുള്ള ഈ വിളിച്ചറിയിക്കലാണ് ഉണ്ടായത്. പക്ഷെ അതിനെ തുടർന്ന് പിന്നീട് എന്നെ ഡയറക്ടർ വിളിക്കുകയും നിതീഷ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ് നിതീഷിൻ്റെ ഒരു കോൾ വരുന്നത്. നിതീഷ് വിളിച്ചു. പിന്നെ ഈ അസോസിയേറ്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് പറഞ്ഞു. അപ്പം 12 ദിവസം എൻ്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല ലെങ്തിയാണ് ഇതിൽ എനിക്ക് ഉള്ള റോളെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴായിരുന്നു യഥാർത്ഥ സന്തോഷം ഇരട്ടിയായത്. കാരണം 12 ദിവസം ഈ അന്താക്ഷരി എന്ന് പറയുന്നതിൽ 2 സീനേ ഉള്ളായിരുന്നുള്ളൂ. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നു പോകാം. 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഫ്രണ്ടിൽ തുറന്നു കിട്ടി. അത് ദൈവഹിതമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും. പിന്നെ ഈ ഫാലിമിയുടെ സെറ്റിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു ദിവസം രാവിലെ 6 മണിയോട് അടുപ്പിച്ച് എൻ്റെ അടുത്ത് എത്താൻ പറഞ്ഞു. ലൊക്കേഷൻ പറഞ്ഞു തന്നു, റൂട്ട് മാപ്പ് അയച്ചു തന്നു. അപ്പം അത് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാപ്പ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റ് ഇട്ടിരുന്ന ഒരു വീടാണത്. സിറ്റുവേഷനും ആ സെറ്റും കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ എനിക്ക് വേഷം കോസ്റ്റ്യൂമർ വരുന്നു, മുണ്ടും ഷർട്ടുമാണ് ഈ സിനിമയിലെ ത്രൂ ഔട്ട് താങ്കളുടെ വേഷം എന്ന് പറഞ്ഞു. ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ബ്രീഫ് ചെയ്ത് തരുന്നു അസോസിയേറ്റ്. ചാക്കോ എന്നാണ് പേര്, മുണ്ടും ഷർട്ടുമാണ് വേഷം. അപ്പം കുറച്ച് കഴിഞ്ഞത് സംവിധായകൻ വന്നു. സംവിധായകൻ എന്നെ ചേർത്ത് പിടിച്ചു. അപ്പം അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി അപ്പോഴേ ഒരു ബഹുമാനം തന്നു. അതിനെ തുടർന്ന് ജഗദീഷ് ഏട്ടനും ബേസിലും ഒക്കെ അവിടെ ഓരോരോ വാരങ്ങളിൽ വരുന്നു. ഇവരെയൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടനും ബേസിലും ഒക്കെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. പോലീസ് സ്റ്റേഷനിൽ സിനിമ കാണുന്നവർക്ക് അറിയാം.